കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ സൂര്യ കോർണറിലെ കൊല്ലത്താനത്ത് സുകുമാരന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. അസ്വാഭാവികമായ രീതിയിൽ ഇടിഞ്ഞ കിണറിനെ ആശ്രയിക്കുന്ന വീട്ടുകാരും പ്രദേശവാസികളും ദുരിതത്തിലായിരിക്കുകയാണ് ഇപ്പോൾ. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. വേനൽക്കാലത്ത് കുടിവെള്ളത്തിനായും അല്ലാതെയും വീട്ടുകാരും പരിസര പ്രദേശത്തിലുള്ളവരും ആശ്രയിച്ചിരുന്ന കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കുടിവെള്ള ലഭ്യതയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ റിങ്ങുകളടക്കം മുഴുവനായും കിണർ ഇടിഞ്ഞു താഴ്ന്നിരിക്കുകയാണ്. അതോടൊപ്പം കിണറിലെ മോട്ടോർ, ആൾമറ എന്നിവയെല്ലാം നശിച്ചിരിക്കുകയാണ്. മിനിങ്ങാന്ന് ഒരു 6 മണിയോട് കൂടിയാണ് സംഭവം. സംഭവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. ഈ വെള്ളം ഇങ്ങനെ ഓളം വെട്ടാണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഇടിഞ്ഞ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോയി. മോട്ടറും അതിൻ്റെ ആൽമറയും എല്ലാം കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇനിയിപ്പോൾ വേനലായാലും ഇവിടുന്ന് ഈ അടുത്തുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് വെള്ളമൊക്കെ കൊണ്ടുപോയി കുടിക്കാറൊക്കെ ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഇത് പെട്ടെന്ന് ഇനിയിപ്പോൾ ഒരു കിണർ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിന് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടാതെ നടക്കില്ല. ഇത്രയും നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനാൽ ദ്രുതഗതിയിൽ കിണർ വൃത്തിയാക്കി സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കുവാൻ സുകുമാരന്റെ കുടുംബത്തിനാവില്ല. അതിനാൽ തന്നെ അവർ ശ്രീകൃഷ്ണപുരം 1 വില്ലേജിൽ കിണർ പുനരുദ്ധരിക്കുവാനായി അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ക്ഷോഭങ്ങൾക്ക് വില്ലേജിൽ നിന്ന് ധനസഹായങ്ങൾ ലഭിക്കില്ലെന്ന അറിവാണ് ലഭ്യമായത്. ദുരന്ത നിവാരണ ഫണ്ടുകൾ ഉപയോഗിച്ച് ആവുന്ന സഹായങ്ങൾ ചെയ്തു നൽകുവാൻ പഞ്ചായത്ത് അധികാരികളും വില്ലേജ് അധികൃതരും തയ്യാറാകണമെന്ന് BJP ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി അംഗം രാജേഷ് പാർത്തല ആവശ്യപ്പെട്ടു. നമ്മുടെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ വാർഡ് 10 സൂര്യ കോർണർ പ്രദേശത്ത് സുകുമാരേട്ടൻ്റെ വീട്ടിലെ കിണറാണ് കഴിഞ്ഞ 2 ദിവസം മുന്നേ താഴ്ന്നിറങ്ങിയത്. അവരും ഈ ചുറ്റുപാടുള്ള കുറച്ച് വീട്ടുകാരും കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഈ കിണറിനെയാണ്. വേനൽക്കാലമായ നിറയെ ആളുകൾ, ചുറ്റുപാടുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് കുടിവെള്ളമാണ് മുടങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് നാശനഷ്ടം അവർക്കുണ്ടായി. കാരണം കിണർ എന്ന് പറഞ്ഞാൽ അതിൽ 5-8 റിങ് ഉണ്ടായിരുന്നു. അതിന് പുറമെ ആൾമറ മൊത്തം വീണ് മോട്ടർ പോയി. എല്ലാം കൊണ്ട് അവർക്ക് ഒരുപാട് നഷ്ടം വന്നിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ. ഇനി അവർക്കത് പെട്ടെന്ന് നേരാക്കുക എന്നുള്ളത് ഈ ഒരു സാധാരണ കുടുംബത്തെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ശ്രീകൃഷ്ണപുരം 1 വില്ലേജിൽ ഒരു പരാതിയല്ല അപേക്ഷ കൊടുത്തിരുന്നു. എന്തെങ്കിലും ധനസഹായം കിട്ടിയാൽ നന്നായിരുന്നു പറഞ്ഞ്. അപ്പോൾ അവിടുന്ന് അറിയാൻ കഴിഞ്ഞത് ഈ ഇത്തരം സംഭവങ്ങൾക്ക് ഇല്ല എന്നാണ് ഇത്ര. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വില്ലേജ് ഒരു ഒഴിയുന്നതിന് പകരം അവരൊക്കെ വന്ന് ഒരു അപേക്ഷ കിട്ടുമ്പോൾ ഇതിൻ്റെ അവസ്ഥയൊന്നും ഇവിടെ വന്ന് കാണേണ്ടതാണ്. ആ ഒരു പാവപ്പെട്ട കുടുംബം കുടിവെള്ളത്തിന് വേണ്ടി ഇനി എന്ത് ചെയ്യും എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പഞ്ചായത്തും വില്ലേജിലൊക്കെ ഈ ദുരന്ത നിവാരണ പ്രത്യേക ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പാവങ്ങളായ ആളുകൾക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം അവരുടെ അവസ്ഥ ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ നേരിട്ട് അറിയാൻ കഴിഞ്ഞു. കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്ന മുറ്റത്താണ് കിണറുള്ളത്. ആ കിണറിലേക്ക് അവിടേക്ക് ആരും പോവാതിരിക്കാൻ വേണ്ടി അവർ കാത്തുനിന്ന് പറയുകയാണ്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മറവിയും കാര്യങ്ങളും ചെയ്യാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിയുന്ന എന്ത് സർക്കാർ ആനുകൂല്യമാണോ ആ കുടുംബത്തിന് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് പഞ്ചായത്തും വില്ലേജൊക്കെ ഒന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്.